ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റെ ഈ മുഖം മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നീണ്ട കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിലെ ഈ നട്ടപ്പാതിരാത്രിക്ക് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നൊരു കിടുക്കാച്ച് ടൈം ലാപ്സ് വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ നോക്കുന്നത്. നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു, അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ടൈം ലാപ്സ് വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് പോസ്റ്റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പോസ്റ്റ് ടൈം ഒന്ന് നികത്താനായിട്ട് നമുക്കിതിന് സ്നാക്സോ സംതിങ് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. റോട്ടിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. എങ്ങനെയുണ്ട് വീഡിയോസ്, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് നേരെ അങ്കമാലിക്ക് പോവാം. നമുക്ക് കുറച്ച് നേരം സംസാരിച്ചു കൊണ്ട് പോവാം കുറച്ച് കാര്യങ്ങൾ. ശരിക്കും ഈ കൊറോണ വന്നതുകൊണ്ട് നമുക്ക് ഈ രാത്രി കാഴ്ചകൾ വളരെയേറെ നഷ്ടമായിട്ടുണ്ട് ഇല്ലേ. കുറേ ഉത്സവങ്ങളും കാര്യങ്ങളും. അതായത് നോക്കി ഒരു സൈക്കിളിൻ്റെ രൂപത്തിലൊരു തട്ടുകട സംതിങ് അങ്ങനെ പല കാഴ്ചകളും നമുക്കങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഈ കൊറോണ കാലം. എന്നാണ് ഇതിനൊരു അറുതി ഉണ്ടാവുക? രാജ്യം അൺലോക്കിംഗ് ആയെങ്കിലും തന്നെയും പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാസം ലാസ്റ്റോടോ പകുതിയോടോ കൂടി എറണാകുളം സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് കൊണ്ട് വളരെ കളർഫുള്ളായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലവരും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ വരുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് അത് അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിരിക്കും. ഈ കൊല്ലമൊക്കെ എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയേണ്ടതായിരിക്കും. ഒരു മനോഹരമായ റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൂടിയാണ്. അപ്പോൾ ഈ റൂട്ട് പൊതുവെ നല്ല തിരക്കുണ്ടാകുന്ന റൂട്ട് തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ എയർപോർട്ടിലോട്ട് മെയിനായിട്ടുള്ളൊരു വഴിയാണല്ലോ, എയർപോർട്ടിൻ്റെ വഴിയാണത്. നിങ്ങൾ നോക്കുക, ഇപ്പോഴും നോക്ക് കൊറോണ എത്രത്തോളം നമ്മുടെ രാജ്യത്തെ ബാധിച്ചു. വണ്ടികളൊന്നുമില്ല. ഈ പ്രദേശം ഒരു പാടം ഏരിയ ആയതുകൊണ്ട് മഞ്ഞൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. അതാണ് ഞാൻ ടൈം ലാപ്സ് ഓഫ് ചെയ്ത് നേരെ നോർമൽ ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ടൈം ലാപ്സ് വീഡിയോസ് ഇതുകൊണ്ട് നിർത്തി. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വണ്ടികൾ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ഉള്ളിടത്തോളം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടിൻ്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അവിടെ എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതോ വിജനമായി കിടക്കുകയാണോ? എയർപോർട്ടിൻ്റെ അകത്തേക്കല്ല, പുറത്ത് തന്നെയാണോ നോക്കുന്നത്. എയർപോർട്ടിൻ്റെ അകത്തേക്കൊന്നും നമ്മളിപ്പോൾ കയറുന്നില്ല.